Hi friends, welcome to Kuttarus kitchen. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച്, അത് ബ്രെഡ് സാൻഡ്വിച്ചാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണിത്. ബ്രെഡ് സാൻഡ്വിച്ചാണ്. ബ്രെഡിൽ നമ്മൾ ചിക്കൻ കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കി നോക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ളത്, അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 ചിക്കൻ്റെ പീസ് വേവിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് ചീകിയെടുക്കുക. അതിലേക്ക് നമുക്ക് 1-2 വെളുത്തുള്ളി അല്ലി ചതച്ചിട്ടിട്ട് കൊടുക്കാം. ഒരു പച്ചമണം മാറുന്ന വരെ മാത്രം മതി കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം 2 ചെറിയ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവോള, ഒരു ബൗളിൽ സവോള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. സവോള ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം വിട്ടുമാറുന്ന വരെ ഒന്ന് ചെറുതായി ചൂടായാൽ മതിയാവും. ഇതിലേക്ക് തക്കാളി, ഒരു ബൗളിൽ 2-3 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഈ തക്കാളി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ബൗളിൽ കാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിൽ കാബേജാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കേട്ടോ. കാബേജ് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പാണ് ചേർക്കാനുള്ളത്. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേർക്കാനുള്ളത് മയോണീസാണ്. മയോണീസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഒരു 3 ടീസ്പൂണോളം മയോണീസ് കൂടി നമുക്ക് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും യോജിപ്പിച്ച് കൊടുക്കാം. ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഈ രീതിയിൽ നമ്മൾ ഫില്ലിങ് റെഡി ആക്കി എടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് ബ്രെഡിൽ നമുക്ക് മയോണീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബ്രെഡിൽ നമ്മൾ ആദ്യം മയോണീസ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. ഫില്ലിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു ബ്രെഡിൽ മയോണീസ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പാനിലിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ ബ്രെഡ് ഫില്ല് ചെയ്തത് അതിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് 2 വശവും ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ബട്ടറിൽ കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് വെറുതെ ഈ ഫില്ലിങ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കി കഴിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.